കേരളം വിധി എഴുതി കഴിഞ്ഞു. എന്നാൽ വോട്ടെടുപ്പിന്റെ ആവേശം അടങ്ങും മുൻപേ ജനാധിപത്യത്തെ ലജ്ജിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഓരോന്നായി പുറത്തുവരുന്നത്. പണം കൊടുത്തു വോട്ട് വാങ്ങാൻ ശ്രമിക്കുന്ന BJP നേതാക്കളുടെ തനി നിറം വോട്ടെടുപ്പ് ദിവസം തന്നെ തെരുവുകളിൽ തുറന്നു കാട്ടപ്പെട്ടു. കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ വോട്ടർമാർക്ക് പണം നൽകുന്നു എന്നാരോപിച്ച് പുറത്തു വന്ന ദൃശ്യങ്ങൾ വലിയ ചർച്ചയായിരുന്നു. ആ വിവാദം കത്തി നിൽക്കെയാണ് ഇപ്പോൾ പൂഞ്ഞാറിൽ നിന്നും സമാനമായ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന ദൃശ്യം പുറത്തുവരുന്നത്. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ BJP മണ്ഡലം ഭാരവാഹിയും സ്ഥാനാർത്ഥിയുമായിരുന്ന മുഹമ്മദ് ഷാജി വോട്ടർമാർക്ക് പണം വിതരണം ചെയ്യുന്നതിനിടയിലാണ് നാട്ടുകാർ കൈയോടെ പിടികൂടിയത്. നീ പൈസ കൊടുക്കുന്നത് ഞങ്ങൾ കണ്ടടാ, BJPക്ക് വോട്ട് പിടിക്കാൻ വന്നതാണല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പൊതുജനം ഇദ്ദേഹത്തെ വളയുകയായിരുന്നു. ആശയങ്ങൾ പറഞ്ഞോ വികസനം പറഞ്ഞോ വോട്ട് പിടിക്കാൻ കഴിയാത്തിടത്ത് കറൻസി നോട്ടുകൾ കാണിച്ച് വോട്ടർമാരെ വിലക്കെടുക്കാമെന്ന BJPയുടെ തന്ത്രമാണ് ഇവിടെ പാളിപ്പോയത്. ജനാധിപത്യത്തിന്റെ ഉത്സവമാകേണ്ട തെരഞ്ഞെടുപ്പിനെ കുഴൽപ്പണം കൊണ്ടും നോട്ടുകെട്ടുകൾ കൊണ്ടും മട്ടിമറിക്കാനാണ് BJP ശ്രമിച്ചതെന്ന് ഈ ദൃശ്യങ്ങൾ അടിവരയിടുന്നുണ്ട്. വോട്ടെടുപ്പ് ദിവസം പോലും ഇത്തരം നീചമായ മാർഗങ്ങൾ സ്വീകരിക്കുന്ന BJPയുടെ രാഷ്ട്രീയ സംസ്കാരം എത്രത്തോളം അധപ്പതിച്ചു എന്നതിന്റെ തെളിവാണിത്. പൂഞ്ഞാറിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഈ പണക്കൊഴുപ്പിനെ എങ്ങനെയാണ് നേരിട്ടതെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. എന്നാ പരിപാടി എന്നാ പരിപാടി കണ്ടു ഞങ്ങൾ പൈസ കൊടുക്കാൻ വേണ്ടി യാത്ര പൈസ കൊടുക്കാൻ പറ്റുന്നു താൻ BJPക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി കാശ് കൊടുക്കാൻ പറ്റുന്നില്ലേ? പൈസ കൊടുത്തില്ലേ? അങ്ങോട്ട് പോകാൻ നിങ്ങൾ കാശ് കൊടുത്തില്ലല്ലേ? നിങ്ങൾ താഴെ ഞങ്ങളുടെ ആഴ്ചയിൽ ഞങ്ങളുടെ കാശ് കൊടുത്ത സ്റ്റേറ്റ് ഡ്രൈവറുണ്ട്, മനസ്സിലായില്ലേ? ഞാൻ പോയിട്ടില്ലെന്നോ? വേറെ വല്ലതും പറഞ്ഞാൽ മതി. പിന്നെ ഇപ്പൊ എന്നെ എടുത്തു കൊടുത്ത് മൊത്തം വീഡിയോ പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്നെ കാണിച്ചു വീഡിയോ എടുത്തിട്ടുണ്ട്. അവര് പറയുന്ന നിങ്ങൾ പൈസ നിനക്കെന്നെ ഇവിടെ കാര്യം രാത്രിയില് ഇവിടെ എന്നെ കാര്യം പോകാൻ പറ്റേ, അവിടെ നിൽക്കാം, പോകാൻ പറ്റേ, ചേഞ്ച് പോയാൽ മതി. ഞങ്ങളെ തെളിവായി ഞങ്ങളുടെ ഇരിപ്പുണ്ട്, നോക്ക് പൈസ കൊടുത്താൽ നോക്ക്. ഉണ്ട്. ഉണ്ടെങ്കിലേ ബാക്കിയേ നിങ്ങളെ കോപ്പനൊന്ന് ഉണ്ടാക്കുന്നത് കാണണം. നിങ്ങളെ താഴെ കൊണ്ടാ പൈസ കൊടുത്തിരിക്കുന്നു. അവര് തന്നെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞത് എത്ര രൂപ കിട്ടിയെന്നൊക്കെ തെളിവ് നിങ്ങൾ കാണിക്കാം. അവര് മേടിക്കുന്ന വേറെ വീട്ടിൽ നിന്ന് എടുത്തും ആ മുറി ഇരുന്ന പെണ്ണെടുത്ത് കാണിച്ച് ഞങ്ങളെ കാണിക്കാം. നിങ്ങൾ ഇമ്മാന്നും പോകല, നിങ്ങൾ പൈസ വോട്ട് പിടിക്കാൻ ഞങ്ങൾ പൊട്ടനാണോ നോക്കും. അതൊരു നമുക്ക് നാളെ തന്നെ മണി കൊടുക്കാം. നിങ്ങളെ വീട്ടിൽ കൊണ്ട് കൊടുക്കുമ്പോഴേ മകളും പിള്ളേരും അവിടെ ഉണ്ട്, നല്ല സൂപ്പറായിട്ട് പടം എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. എവിടേക്ക് കൊടുത്തെന്ന് അറിഞ്ഞിട്ട് തന്നെ ഇങ്ങോട്ട് വന്നത്. ചുമ്മാ വന്നോ? അത് ശരി, എടുത്തു കഴിഞ്ഞാലേ ഇനി പോകാൻ മേലായിരുന്നു. ഇനി പോകാൻ മേലെ ബാക്കി ഞങ്ങൾ ചെയ്യുക. ചെല്ലേ ക്ലീൻ ചെയ്യല്ലേ കൂടോ.